ഒരു കോയിൻ കൊടുക്കാൻ പറ്റില്ല ഒരു ദിവസം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പുതിയ പരിപാടിയാണ്. കാരണം എല്ലാവർക്കും ഒരേപോലെ കിട്ടണം. അതുകൊണ്ട് എന്റെ കൈനീട്ടം വിനോദയാത്ര എന്ന സിനിമയാണ്. സത്യൻ അന്തിക്കാടിന്റെ കൂടെയുള്ള പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ആദ്യത്തെ ചിത്രം അതാണ് വിനോദയാത്ര. പ്രത്യേകിച്ച് ഇപ്പൊ സ്കൂൾ എല്ലാം അടച്ച് എല്ലാവരും ഒരു വിനോദയാത്ര സ്വപ്നം കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പിക്നിക്കുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ആഘോഷങ്ങളുടെ ഒരു സമയമാണ്. കിട്ടിയിരിക്കുന്ന വെക്കേഷൻ എങ്ങനെ ചെലവഴിക്കാം, അതുകൊണ്ട് തന്നെയാണ് ആ വെക്കേഷൻ എങ്ങനെ ചെലവഴിക്കാമെന്നുള്ളതിന്റെ ഒരു സംഭവമാണ് ഈ വിനോദയാത്ര. ഇത്തവണത്തെ വിഷുവിന് ദിലീപ് ഏട്ടനുമായിട്ടൊരു വിനോദയാത്ര അങ്ങനെ പറയും. അപ്പം ഇതില് മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ വളരെ ആകാംക്ഷയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സത്യൻ അന്തിക്കാട് എന്ന പ്രഗത്ഭ സംവിധായകന്റെ കൂടെ ദിലീപ് ഏട്ടൻ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ അതിലുള്ള കോമ്പിനേഷൻസ് സത്യൻ അന്തിക്കാട്, ഇളയരാജ സാറ്, ഒരു റെയർ കോമ്പിനേഷൻ. അതുമല്ല ദിലീപ് ഏട്ടന്റെ പല ഫിലിംസിലും നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള പലതും ഈ സിനിമയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദിലീപ് ഏട്ടൻ സത്യൻ അന്തിക്കാട് പോലൊരു സംവിധായകന്റെ ആ ക്യാമ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ. അപ്പം പ്രേക്ഷകരുടെ പ്രതീക്ഷയോടൊപ്പം എത്രമാത്രം എത്താൻ പറ്റുമെന്നാണ് ദിലീപ് ഏട്ടന്റെ വിശ്വാസം? തീർച്ചയായിട്ടും ഒരു ക്ലീൻ ഫാമിലി എന്റർടൈനർ ആയിരിക്കും ഈ സത്യൻ അന്തിക്കാട് ചിത്രം. ഇതില് നേരത്തെ പറഞ്ഞ പോലെ സത്യേട്ടനും ഇളയരാജ സാറും കോമ്പിനേഷൻ, അതുപോലെ മീര ജാസ്മിൻ. അതിനുശേഷം ഇപ്പോ ഞാൻ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു വേഷമാണ് മുകേഷ് ഏട്ടൻ. പിന്നെ സീത ചേച്ചി, അവര് തമിഴിലെ ആക്ട്രസാണ്, ഇവിടെ തന്മാത്രയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു വേറൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അദ്ദേഹവും തമ്മിൽ മീശമാധവല്ലൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം സത്യേട്ടനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആദ്യം തന്നെയാണ് ക്യാമറമാൻ എസ് കുമാർ. അപ്പൊ കണ്ണിന് കുളിർമ ഉണ്ടാക്കുന്ന ഒരു ചിത്രം കൂടിയായിരിക്കും തീർച്ചയായിട്ടും കളർഫുൾ ആയിട്ടുള്ളൊരു വിനോദയാത്ര. അപ്പൊ എല്ലാം കൂടി കോർത്തിണക്കിയിട്ടുള്ള സത്യേട്ടന്റെ സരസമായ തമാശകളും കാര്യങ്ങളും വളരെ ജെനുവിനായിട്ടുള്ള കഥാപാത്രങ്ങളെയും കാണാം. എല്ലാമാണ് ഇതില് വിനോദയാത്രയിലുള്ളത്. തൈമാസം വന്നല്ലോ നീ സ്വന്തമായ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-12 വർഷവും ദിലീപ് ഏട്ടനും മുകേഷ് ഏട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ്. ഞങ്ങൾ ആദ്യം ചെയ്ത ഫിലിം എന്ന് പറഞ്ഞാൽ കല്യാണപ്പിറ്റേന്ന് പറഞ്ഞ ഫിലിമാണ്. അതിനുശേഷം കുറെ വർഷം ശേഷമാണ് ഈ ഫിലിം ചെയ്യുന്നത്. ഹ്യൂമന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ ടൈമിംഗും മുകേഷിന്റെ ടൈമിംഗ് കൂടെ ചേർന്ന് വരുമ്പോൾ പ്രേക്ഷകരിലുള്ള എക്സ്പെക്ടേഷൻ, കാര്യം കോമഡിയിലെ ടൈമിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് രണ്ട് മെയിൻ ആയിട്ട് കോമഡി സ്ഥിരമായിട്ട് പ്രേക്ഷകരിൽ എത്തിക്കുന്ന രണ്ട് മെയിൻ നടന്മാരെ തമ്മിൽ ചെയ്യുമ്പോൾ അപ്പൊ ആ ഒരു കോമ്പിനേഷൻ ഷോട്ട്സ് ഒക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സത്യേട്ടനടക്കം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുപാട് ചിരിച്ചിട്ടാണ് നമ്മൾ കയറാം. എന്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് മുകേഷ് ഏട്ടൻ, ജഗദീഷ് ഏട്ടൻ ടീമൊക്കെ ഉണ്ടല്ലോ, അവരിലൊരാളാവാൻ നമ്മൾ മീൻസ് അങ്ങനെയൊക്കെ ആ ഗ്രാമത്തില് ഒരാളാവുക, ഇവരുടെ കൂടെ നടക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഇതില് ഏറ്റവും കൂടുതൽ കഥകൾ കറക്റ്റായിട്ട് പ്രസന്റ് ചെയ്യുകയും ഭയങ്കര ഹ്യൂമൻ സെൻസ് ഉള്ള ആൾക്കാരിൽ ആണ് മുകേഷ് ഏട്ടൻ, ഇന്നസെന്റ് ഏട്ടൻ, അങ്ങനെയുള്ള ആൾക്കാർ. പക്ഷെ മറ്റുള്ള ആൾക്കാർ മോശം എന്നല്ല പറഞ്ഞത്, എടുത്തു പറയേണ്ട ചില കാര്യമില്ല. അതിലെ ജീവിതത്തിന്റെ ചിലപ്പോ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും ഒരു പെയിൻ എവിടെയൊക്കെ കാണാം. അപ്പൊ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ടാവും മുകേഷ് ഏട്ടന്റെ പെർഫോമൻസിലും കാര്യങ്ങളിലൊക്കെ. പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള വളരെ ജെനുവിൻ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഹ്യൂമർ പ്ലേ ആണ് ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഹ്യൂമറിന്റെ ഹ്യൂമർ പറയുമ്പോഴും ഉള്ളിൽ ഭയങ്കര സീരിയസ് ആയിട്ട്. കാരണം ഞാൻ വളരെ കൂളായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മീൻസ് ഒന്നും പറയാണ്ട് വളരെ സിൻസിയർ ആയിട്ട് ഞാൻ ബിഹേവ് ചെയ്യണേ. പക്ഷെ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് സംഭവിക്കുന്ന മുഴുവൻ മുകേഷ് ഏട്ടനാണ്.
അതിനോട് ഒരു ട്രാജഡിയാണല്ലോ ശരിക്കും ഒരു കോമഡി ഉണ്ടാവുന്നത് കൂടുതലും. അപ്പോ നമ്മുടെ സെക്ഷനിൽ നോക്കുമ്പോൾ അതിനെ കൂളായിട്ട് കാണുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ട്രാജഡി ജനങ്ങൾക്ക് കോമഡിയാണ്. ആ രീതിയിലേക്കാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. മോനെ ഞാൻ പിടിക്കാൻ പറ്റേക്കണേ. ബോംബ് നീ എന്താ ഇവിടെ? അളിയനറിയാതെ അളിയന്റെ ജീവിതം നോക്കി പഠിക്കായിരുന്നു ഞാൻ. എന്തോന്ന്? ആളുകളോട് അളിയൻ എങ്ങനെ പെരുമാറുന്നു, ഏറ്റെടുത്ത ജോലി എങ്ങനെ ഉത്തരവാദിത്തോടെ തീർക്കാന്നൊക്കെ പഠിക്കായിരുന്നു ഞാൻ. സാറിന്റെ അളിയന അങ്ങനെ സംഭവിച്ചു പോയി തങ്കച്ച. എന്താ 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 തങ്കച്ച എന്താ സാറേ? തനിക്കെന്താ ഇവിടെ കാര്യം? മരപ്പട്ടി കരുതോ ഒരു കരച്ചിൽ കേട്ടു. അത് സാറിന്റെ അളിയന. പട്ടിയായാലും പൂച്ചയായാലും ഡ്രൈവർക്ക് എന്താ ഡാമിൽ കാര്യം? പോയി വണ്ടി എടുക്കണം. ഓ വല്ലതും പറ്റുമെന്ന് നോക്കാനാ. ഇതില് ദിലീപന്റെ ക്യാരക്ടറിലേക്ക് നമുക്ക് പോകാം. ദിലീപന്റെ ക്യാരക്ടർ എന്താണ് ആക്ച്വലി? ഇതില് വിനോദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. വിനോദയാത്ര, വിനോദിന്റെ യാത്രകളാണ്. അദ്ദേഹം പല ക്യാരക്ടേഴ്സിലൂടെ കയറി പോകുന്നതാണ് ശരിക്കും പറഞ്ഞാല്. അത് രസകരമായ മുഹൂർത്തങ്ങളിലൂടെ ഇങ്ങനെ ഒരു ഒഴുക എന്ന് പറയില്ലേ, അതിനോടൊരു പോക്കാണ്. ഇതില് ജീവിതത്തില് എന്തുകൊണ്ട് താൻ ശരിയാകുന്നില്ലെന്നുള്ള കാരണം അന്വേഷിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ്. എപ്പോഴും എല്ലാവരുടെ ജീവിതത്തിലും ഒരു ഗൈഡൻസ് ആവശ്യമാണ്. അങ്ങനെ പുള്ളി കണ്ടുപിടിക്കുന്ന ഒരു മാതൃകാ പുരുഷനാണ് അദ്ദേഹത്തിന്റെ അളിയൻ. അതാണ് മുകേഷ് ഏട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ. എന്ന് ഇവൻ ആ തീരുമാനം ആ ഗുരുവായിട്ട് അങ്ങേരെ മനസ്സിൽ കണ്ടു, അന്ന് തുടങ്ങി ആൾക്ക് കുഴപ്പം തുറക്കാൻ തുടങ്ങി. അതാണ് എന്റെ ഒരു ഹ്യൂമറിലൂടെയാണ് അത് പറഞ്ഞത്. അപ്പൊ അതായത് ഞാൻ ഇതിന്റെ കഥയുടെ പ്ലോട്ടിങ്ങിനെ എവിടെ കേട്ടപ്പോൾ വളരെ ശ്രദ്ധിച്ച ഒരു ഭാഗം, നമ്മുടെ നാട്ടിലൊക്കെ വിനോദിനെ പോലുള്ള ക്യാരക്ടേഴ്സ് ശരിക്കും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ എന്താ നന്നാവത്തെന്ന് സ്വയം ചോദിച്ചു നടക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവിടെ എല്ലാം തയ്യാറായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ എന്തെടുക്കണം, ഏതെടുക്കണം, എങ്ങനെ എടുക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇതൊന്നും എടുക്കാതെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതായത് മലയാളികൾക്ക് പൊതുവെ എന്താ പറയാ, വൈറ്റ് കോളർ ജോബ് മാത്രമേ മലയാളീസ് ചെയ്യൂ, ഒരു ആറ്റിറ്റ്യൂഡ് പോലെ ഒരു ഇപ്പം വളരെ തെളിഞ്ഞു കാണുന്ന ഒരു കാര്യമാണ്. അതേസമയത്ത് വെളിനാട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണല്ലോ. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് എന്തെങ്കിലും ഒരു മെസ്സേജും ഈ സിനിമയ്ക്കകത്ത് തീർച്ചയായിട്ടും ഇതില് ഓരോ മുഹൂർത്തങ്ങളിലും ഒരുപാട് മെസ്സേജുകൾ ഈ ടോട്ടൽ ഫിലിം കൺവേ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഫാമിലീസ് എന്നല്ല, എല്ലാവരും ഫാമിലി തന്നെ. കാരണം വെച്ചാൽ അത് ഏതൊരു മനുഷ്യനും ഒരു ഫാമിലി ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണമായിട്ടും 100% ഫാമിലി എന്റർടൈൻമെന്റ് എന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യനും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ്. കാരണം തമാശ കൂടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ജീവിതത്തിൽ എടുത്തു വെക്കാവുന്ന കുറെ മുഹൂർത്തങ്ങളുണ്ട്. വേഗം പോയി വേഷം മാറി രണ്ട് ഗെയിം കളിക്കാം. ഫൈലാവും ഒന്നുമില്ല, നീ ആകെ ക്ഷീണിച്ചല്ലോ. വാ ചേച്ചി കാപ്പി തരാം. ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ശാന്തമായി മനസമാധാനത്തോടെ മരിക്കാൻ തീരുമാനിച്ച എന്നെ നിങ്ങൾ എന്തിനാ രക്ഷപ്പെടുത്തിയത്? എന്തു പറ്റി നിനക്ക്? ജോലി ഇഷ്ടമായില്ലേ? ജോലി അയാൾക്ക് വേണ്ടത് പേഴ്സണൽ അസിസ്റ്റന്റ് അല്ല ചേച്ചി, വീട്ടുജോലിക്കാരനെയാ. അതെ, ഇന്ന് അയാൾ എന്നെ കൊണ്ട് ആ വീട് മുഴുവൻ വൃത്തിയാക്കിച്ചു, വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യിച്ചു, തോട്ടം നനപ്പിച്ചു, മാർക്കറ്റിൽ നിന്ന് മീൻ വരെ വാങ്ങിപ്പിച്ചു. ഇതിനാണോ ചേച്ചി MCA പാസ്സായിട്ട് ഞാൻ ഇവിടെ വന്നത്? ഇതിനാണോ ഞാൻ ഗൾഫിൽ എണ്ണം പറഞ്ഞ് ജോലി ഇറങ്ങി ഇവിടെ വന്നത്? എന്താ ഷാജിയേട്ടാ ഇത്? എന്താണിത്? അതൊക്കെ ജോൺ മാത്യു സാർ നിന്നെ ടെസ്റ്റ് ചെയ്തല്ലേ. നമ്മൾ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറായിരിക്കണം. അത് ടെസ്റ്റ് ചെയ്തല്ലേ സാറ്? ടെസ്റ്റാ? ഇതാണ് ടെസ്റ്റ്? ഒന്നുമല്ല, അയാളുടെ പീഡനം കാരണം ഒരാൾ പോലും അവിടെ നിൽക്കില്ലത്രേ. ചരിത്രമൊക്കെ ഞാൻ അറിഞ്ഞു. വിനോദേ, അധ്വാനമാണ് ഏത് ജീവിതത്തിന്റെയും മുതൽക്കൂട്ട്. മഹാത്മാഗാന്ധി എന്തെല്ലാം ജോലികൾ ചെയ്തിരിക്കുന്നു. തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടില്ല, അറിയോ? വെയിലത്ത് വാടാതിരിക്കാൻ കുട ഓടിയാ പോരെ? ഇനി ഞാനില്ല അങ്ങോട്ട്, അതിനേക്കാൾ ഭേദമായി. എവിടെ? ആ മാവിന്റെ കൊമ്പത്ത് തൂങ്ങണതാ.